വചനം 32 വാക്കർത്ഥം. ദാലിക അതാണ്, വമൻ യുഅല്ലിം ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ ശആഇറല്ലാഹി അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഫഇന്നഹ എന്നാൽ നിശ്ചയമായും അത് മിൻ തഖ്വ ഭക്തിയിൽ നിന്നുള്ളതാണ്, ഭക്തി നിമിത്തമാണ്, സൂക്ഷ്മതയാലാണ്, അൽ ഖുലൂബ് ഹൃദയങ്ങളുടെ. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അതാണ് കാര്യം. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതായാൽ അവൻ ഭക്തൻ തന്നെ, കാരണം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്നുള്ളതാണ്. 32 വചനത്തിന്റെ വിശദീകരണം. ഒരു വിഷയമോ വാചകമോ തീർന്ന ശേഷം വ്യാകരണപരമായ പ്രത്യേക ഘടനാ ബന്ധമൊന്നുമില്ലാത്ത മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടും തമ്മിൽ വിഷയപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി ഹാദ, ദാലിക, കദാലിക, ഇതാണ്, അതാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നിങ്ങനെയുള്ള സൂചനാനാമങ്ങൾ അറബി ഭാഷയിൽ ഉപയോഗിക്കുക പതിവുണ്ട്. അതനുസരിച്ചാണ് ഇവിടെയും 30 വചനത്തിലും ദാലിക, അതാണ് എന്ന പദം ആരംഭത്തിൽ വന്നു കാണുന്നത്. ഇത്തരം പ്രയോഗങ്ങളിൽ സന്ദർഭത്തിനൊത്ത് സൂചനാസാരങ്ങൾ പലതും അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ഏതാണ്ട് ഇതുപോലെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മുടെ ഭാഷയിലും കാണാം. അതെ, അങ്ങനെ, ശരി തുടങ്ങിയ പല പദങ്ങളും ഈ ആവശ്യാർത്ഥം മലയാളത്തിലും ഉപയോഗിക്കപ്പെടുന്നു. ശആഇർ ചിഹ്നങ്ങൾ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് മതസംബന്ധമായ പ്രത്യേക അടയാളങ്ങളായി കരുതപ്പെടുന്ന കാര്യങ്ങളാണ്. കർമ്മങ്ങൾ, വേഷഭൂഷണങ്ങൾ, സംസാരം, പ്രവൃത്തി ആദിയായവയിലെല്ലാം തന്നെ കക്ഷികൾക്കിടയിലും മതസ്ഥർക്കിടയിലും സമുദായങ്ങൾക്കിടയിലും പലപ്പോഴും ചില വ്യത്യസ്ത രീതികളുമുണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ അവർ ഇന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് സാമാന്യേന കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ഇസ്ലാമിൻ്റേതായ പ്രത്യേക അടയാളമാകുന്നതെല്ലാം ശആഇറല്ലാ, ശആഇറൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഒരു കൂട്ടരുടെ പ്രത്യേക ചിഹ്നങ്ങളെ ആദരിക്കുന്നതും അനുകൂലിക്കുന്നതും ആ കൂട്ടരോടുള്ള പ്രത്യേക ബഹുമാനം കൊണ്ടോ അനുഭാവം കൊണ്ടോ ആണെന്നും അതിനെ അനാദരിക്കുന്നതും ധിക്കരിക്കുന്നതും അവരോടുള്ള വെറുപ്പുകൊണ്ടാണെന്നും വ്യക്തമാണ്. ഒരു കക്ഷിയുടെയോ മതത്തിൻ്റെയോ പ്രത്യേക ചിഹ്നമായി കരുതപ്പെടുന്ന കേവലം നിസ്സാരമായ ഒരു കാര്യത്തെ അവമതിക്കുക എന്നത് ആ കക്ഷിയുടെയോ മതത്തിൻ്റെയോ തന്നെ കർശനമായ ഒരു നിയമത്തെ ലംഘിക്കുന്നതിനേക്കാൾ വലിയ അപരാധമായിട്ടായിരിക്കും കരുതപ്പെടുക. ഇതാണിതിന് കാരണം. അതുകൊണ്ടുതന്നെയാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഒരുവൻ ബഹുമാനിക്കുന്നത് കണ്ടാൽ അത് അള്ളാഹുവിനോട് അയാൾക്കുള്ള ഹൃദയംഗമായ ഭക്തിയുടെ ലക്ഷണമായി അള്ളാഹു പ്രസ്താവിച്ചതും. ഈ തത്വം ഇക്കാലത്തെ മുസ്ലിം സഹോദരന്മാർ പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഏകസംസ്കാരാദിവാദങ്ങളിൽ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടെങ്കിലും മനുഷ്യൻ ലയിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ദുരുദ്ദേശത്തോടുകൂടിയല്ലെങ്കിലും അനിസ്ലാമിക ചിഹ്നങ്ങൾ സ്വീകരിച്ചു വരികയും ഇസ്ലാമിക ചിഹ്നങ്ങളെ അവ ചെറുതോ വലുതോ ആകട്ടെ അവഗണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മുസ്ലിമിനെ ക്രമേണ അമുസ്ലിമാക്കി തീർക്കുവാനുള്ള പൈശാചിക പ്രേരണയാണെന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യുവാക്കൾ, പാമരന്മാർ മാത്രമല്ല ചില പണ്ഡിതരും ഇന്നത്തെ ആധുനിക പരിഷ്കാര ലഹരി പിടിപെട്ടും അനിസ്ലാമിക സംസ്കാരത്തിൻ്റെ ബാഹ്യമായ മോടിയിൽ ആകൃഷ്ടരായും കൊണ്ട് ഇസ്ലാമിക ശിക്ഷണ വലയത്തിന് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച മതഭക്തിയുള്ള ഏതൊരു മുസ്ലിം ഹൃദയത്തെയും വ്യസനിപ്പിക്കാതിരിക്കയില്ല. വേഷഭൂഷാദികളിൽ നിന്നാരംഭിക്കുന്ന ഈ അനുകരണ വാഞ്ച ക്രമേണ ആചാരാനുഷ്ഠാനങ്ങളിലും മറ്റെല്ലാ രംഗങ്ങളിലും സ്വാധീനം ചെലുത്തുകയും ഒടുക്കം നാമത്തിലും പ്രസംഗവേദികളിലും മാത്രം മുസ്ലിമായി തീരുകയുമാണ് ഇതിൻ്റെ അനന്തരഫലം. മഅദല്ലാ, മനഃശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ഈ പരമാർത്ഥത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യം സ്വീകരിച്ചാൽ അവൻ അവരിൽ ഉൾപ്പെട്ടവനാകുന്നു. റവാഹു അഹ്മദ് വ അബൂദാവൂദ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നിവിടെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായും
ഹജ്ജ് കാര്യസംബന്ധമായ ബലിമൃഗങ്ങളാകുന്നു. എങ്കിലും അതിനെപ്പറ്റി മാത്രം പറഞ്ഞു മതിയാക്കാതെ ഒരു പൊതുതത്വമെന്ന നിലക്കാണ് ഇക്കാര്യം ഇവിടെ അല്ലാഹു പ്രസ്താവിച്ചതും ഓർമ്മപ്പെടുത്തിയതും. ഈ വസ്തുത പ്രത്യേകം ശ്രദ്ധാർഹമാണ്. മറ്റൊരു സംഗതി, ഓരോ സമുദായത്തിനും ചില ആചാരങ്ങളും സംസ്കാരങ്ങളും ഉണ്ടായിരിക്കുക സ്വാഭാവികമാണ്. അതുപോലെ ഇസ്ലാമിനും ചിലതെല്ലാം ഉണ്ടെന്നല്ലാതെ ഇസ്ലാമിക ചിഹ്നങ്ങൾക്കെന്താണ് ഇത്ര വിശേഷത എന്നൊരു സംശയം വല്ലവർക്കും തോന്നുവാൻ അവകാശമുണ്ട്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ശഅഇറല്ലാ എന്നും അള്ളാഹുവിൻ്റെ അലംഘ്യ വസ്തുക്കൾ ഹുറുമാത്തുള്ള എന്നുമുള്ള പ്രയോഗം തന്നെ അതിനുള്ള മറുപടിയാകുന്നു. അതായത് അള്ളാഹു നിശ്ചയിച്ചതും അവൻ ഇഷ്ടപ്പെടുന്നതുമായ ചിഹ്നങ്ങളേതോ അതാണ് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ. മറ്റുള്ളതെല്ലാം സൃഷ്ടികളുടെ നിശ്ചയങ്ങളും ഇഷ്ടങ്ങളുമാണ് എന്ന് സാരം. ബലിമൃഗങ്ങളാകുന്ന ചിഹ്നങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നു: